Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ്, ഹോം അപ്ലയൻസസ് ഷോറൂം, പിലാത്തറ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ്, ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. PS വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂൾ, എടാട്ട്, പയ്യന്നൂർ. പട്ടിന്റെ പ്രൗഢിയുമായി സെഞ്ചുറി ഫാഷൻ സിറ്റി. ഇമ്മാനുവൽ സിൽക്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, റിയാദ് മാൾ, പയ്യന്നൂർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. സെലിബ്രേഷൻ ക്രാക്കേഴ്സ്, മുനിസിപ്പാലിറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ്, അനാമയ ആശുപത്രിക്ക് സമീപം, മൂരിക്കോവൽ, പയ്യന്നൂർ. സ്റ്റഡി പോയിന്റ് ട്യൂഷൻ സെന്റർ നിയർ കാന്തി പാർക്ക്, പയ്യന്നൂർ. ഷോപ്രിക്സ്, റീറ്റെയിൽ ഇൻ ഡീറ്റെയിൽ. പാടാച്ചേരി സ്റ്റോഴ്സ്, തെക്കേ ബസാർ, പയ്യന്നൂർ. 4KD സ്റ്റോർ, ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഫുഡ്വെയർ ആൻഡ് ബാഗ്സ്, ക്രോക്കറീസ് ആൻഡ് കിച്ചൺ ഐറ്റംസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ. കൺസ്യൂമർ അസോസിയേറ്റഡ് ഫയർവർക്സ്, താഴെപ്പൂക്കോം, താഴെച്ചമ്പാട്. കരിവള്ളൂർ അക്കാദമി, പയ്യന്നൂർ. ഹോം ഗെയിം, കേരളൈറ്റ്സ് വെളിച്ചെണ്ണ, ഉപയോഗിച്ചറിയൂ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ഈ മാസം 20-ന് പയ്യന്നൂരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. മലയോരത്ത് നാശം വിതച്ച വേനൽ മഴയും ശക്തമായ കാറ്റും. ചെറുപുഴ പെരിങ്ങോംവൈക്കര പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മരം പൊട്ടിവീണ് പുത്തൂർ ആയുർവേദ ആശുപത്രിയിലെ ഔഷധത്തോട്ടം ഭാഗികമായി നശിച്ചു. ഏഴിമല നേവൽ അക്കാദമിയിൽ കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാൻ നീക്കം. 50 വയസ്സു കഴിഞ്ഞ തൊഴിലാളികളെ ഒഴിവാക്കാൻ നേവൽ കമാൻഡറുടെ ഉത്തരവ്. പ്രക്ഷോഭ പരിപാടികളുമായി സദേൺ നേവൽ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ രംഗത്ത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ നല്ല മണ്ണ് പദ്ധതിയുടെ പരിശീലന ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി പയ്യന്നൂർ നഗരസഭാതല സംഘാടക സമിതി രൂപീകരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ഈ മാസം 20-ന് പയ്യന്നൂരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായാണ് നഗരസഭാതല സംഘാടക സമിതി രൂപീകരിച്ചത്. ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഹരിത കേരള മിഷൻ്റെയോ ശുചിത്വ മിഷൻ്റെ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ പ്രൊജക്റ്റ് തയ്യാറാക്കി നമുക്ക് കൊടുത്താൽ കുറച്ച് പൈസ എങ്ങനെയെങ്കിലും സമാഹരിക്കാൻ പറ്റുമോ എന്ന് ആ വണ്ടിയിൽ വെച്ചിട്ടിങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തു. കാരണം വളരെ ഒരു കാൽനൂറ്റാണ്ടായിട്ട് ചർച്ച ചെയ്തു വരുന്നൊരു കാര്യമാണ്. നാരകത്തോട് പയ്യന്നൂർ ടൗണിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആധാരമായിട്ടുള്ള ഒരു ജലമൊഴുക്ക് വഴിയാണ്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി.
പകർച്ചവ്യാധി, മാലിന്യ വ്യാപനം എന്നിവ തടയുന്നതിന് പൊതുജനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ യോജിച്ച പ്രവർത്തനം നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. പ്രാദേശിക തലങ്ങളിൽ മഴയ്ക്ക് മുന്നേ തന്നെ ജനകീയ പങ്കാളിത്തത്തോടെ സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തും. തെളിനീരൊഴുകം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുളങ്ങൾ, തോടുകൾ, ഡ്രൈനേജുകൾ ശുചീകരിച്ച് വെള്ളക്കെട്ട് തടയുന്നതിനും വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. റോഡരികിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും എലിപ്പനി, കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയും ഉറവിട മാലിന്യ സംസ്കരണത്തിന് വാർഡുകളിൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങളും ലഘുലേഖകൾ വിതരണം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. സംഘാടക സമിതിയുടെ രക്ഷാധികാരിയായി MLA TA മധുസൂദനും ചെയർമാനായി ചെയർപേഴ്സൺ KV ലളിതയും കൺവീനറായി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ C സുരേഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വാർഡ് കൺവീനർമാർ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, പത്രമാധ്യമ പ്രതിനിധികൾ, ഹോട്ടൽ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളാണ്. ഈ മാസം 20 രാവിലെ 8 മണിക്ക് മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച് പയ്യന്നൂരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്തുമെന്ന് ചെയർപേഴ്സൺ യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് വാർഡുകളിലും വാർഡ് കമ്മിറ്റി, ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലും ശുചീകരണം നടത്തും. യോഗത്തിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി, വാർഡ് കൺവീനർമാർ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പോലീസ്, ഫയർഫോഴ്സ്, RTO, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വിവിധ ഓഫീസ് പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മലയോര മേഖലകളിൽ നാശം വിതച്ച് വേനൽ മഴ. വീശിയടിച്ച കാറ്റിലും ശക്തമായ മഴയിലും ചെറുപുഴ, പെരിങ്ങോംവയക്കര പഞ്ചായത്തുകളിൽ മരങ്ങൾ പൊട്ടിവീണും മറ്റും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ മലയോരത്ത് കാർഷിക വിളകൾ വ്യാപകമായി നശിക്കുകയും മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് മലയോര പാതയിൽ പാക്കഞ്ഞിക്കാട്, മഞ്ഞക്കാട് ഭാഗങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുത തൂണുകൾ പൊട്ടിവീണു. പെരിങ്ങോത്തു നിന്നും അഗ്നിശമന സേന എത്തിയാണ് മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വൈദ്യുത തൂണുകൾ പൊട്ടിവീണതിനാൽ KSEBക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. ചെറുപുഴ, പെരിങ്ങോം, വയക്കര പഞ്ചായത്തിൽ പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചെറുപുഴ മേലെ ബസാറിൽ ഹോട്ടലിനു മുകളിൽ തെങ്ങു പൊട്ടിവീണ് നാശനഷ്ടമുണ്ടായി. നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലും കാറ്റും മഴയും നാശം വിതച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ പുത്തൂർ ആയുർവേദ ആശുപത്രിയിലെ ഔഷധത്തോട്ടം മരം വീണ് ഭാഗികമായി നശിച്ചു. ആയുഷ് HWC പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ ഉദ്യാനം. പുത്തൂർ ആയുർവേദ ആശുപത്രിയിലെ ഔഷധ സസ്യ ഉദ്യാനം മരം കടപുഴകി വീണ് നശിച്ചു. നിരവധി ഔഷധ സസ്യങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്നു. കരിനൊച്ചി, തുളസി, പൂവാങ്കുറുന്ത് തുടങ്ങി 25ഓളം ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കേരള സർക്കാർ നാഷണൽ ആയുഷ് മിഷന്റെ ആയുഷ്മാൻ ഭാരത്, ആയുഷ് HWC പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെയാണ് ഔഷധ സസ്യ ഉദ്യാനം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഏഴിമല നേവൽ അക്കാദമിയിൽ കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാൻ നീക്കം. 50 വയസ്സു കഴിഞ്ഞ തൊഴിലാളികളെ ഒഴിവാക്കാനാണ് നേവൽ കമാൻഡറുടെ പുതിയ ഉത്തരവ്. ഉത്തരവിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി സദേൺ നേവൽ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ CITU രംഗത്ത് വന്നിട്ടുണ്ട്. ഏഴിമല നേവൽ അക്കാദമിയിൽ 384 കരാർ തൊഴിലാളികളാണ് ഉള്ളത്. ക്ലീനിംഗ് അടക്കമുള്ള വിഭാഗങ്ങളിലാണ് കരാർ തൊഴിലാളികളുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. വർഷാവർഷം കരാറുകാർ മാറുമെങ്കിലും തൊഴിലാളികൾക്ക് മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ 50 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾ വേണ്ടെന്ന് നേവൽ കമാൻഡറുടെ പുതിയ ഉത്തരവാണ് തൊഴിലാളികൾക്ക് ഭീഷണിയായത്. ആകെയുള്ള കരാർ തൊഴിലാളികളിൽ പകുതിയും 50 വയസ്സ് കഴിഞ്ഞവരാണ്. ഏപ്രിൽ 13 മുതൽ ഇവർക്ക് ജോലി ചെയ്യാനാകില്ല. നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനാണ് സദേൺ നേവൽ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ ഒരുങ്ങുന്നതെന്ന് CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പറഞ്ഞു. ഇതിന്റെ മുന്നോടിയായി നേവൽ ഗേറ്റിന് മുന്നിൽ തൊഴിലാളികൾ ധർണാ സമരം സംഘടിപ്പിച്ചതായും PV കുഞ്ഞപ്പൻ അറിയിച്ചു. സ്ഥാപനം വരുന്ന ദിവസത്തിൽ രാമതല്ലി പഞ്ചായത്തിനകത്തുള്ള ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക്, ആ കുടുംബങ്ങൾക്ക് ആ സ്ഥാപനത്തിനകത്ത് സ്ഥിരം ജോലി നൽകും എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു, രേഖാമൂലം അല്ലെങ്കിൽ പോലും. പക്ഷെ അതൊന്നും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് നേവലിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തയ്യാറായില്ല.
കരാറടിസ്ഥാനത്തിലാണ് പിന്നീട് എല്ലാ ജോലികളും നൽകി വന്നിരുന്നത്. കരാറുകാരൻ മാറുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ട് പുതുതായിട്ട് വരുന്ന കരാറുകാരൻ നേരത്തെ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെല്ലാം അവർക്കെല്ലാം തൊഴിൽ നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കരാർ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, EFI അതുപോലുള്ള ആനുകൂല്യങ്ങളെല്ലാം നിലവിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിരവധി വർഷക്കാലമായിട്ട് കരാറടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ആ സ്ഥാപനത്തിനകത്ത് ഇപ്പോൾ 65 വയസ്സ് വരെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. പുതിയ കമാൻഡറുടെ നിർദ്ദേശപ്രകാരം, പുതിയ കരാർ പ്രകാരം 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർ മാത്രമേ ക്ലീനിങ് സെക്ഷനിൽ വേണ്ടതുള്ളൂ എന്നതാണ് പുതിയ കരാർ വ്യവസ്ഥക്കകത്ത് പറയുന്നത്. കരാർ തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷവും വനിതകളാണ്. 90കളിൽ നേവൽ അക്കാദമിയുടെ ഭൂമി ഏറ്റെടുപ്പും നിർമ്മാണവും നടക്കുന്ന കാലത്ത് പ്രദേശവാസികൾക്ക് സ്ഥിരം തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അതുണ്ടായില്ല. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ പോലും പിരിച്ചുവിടാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏപ്രിൽ 12 കോറോം രക്തസാക്ഷി ദിനം. ജന്മിത്വത്തിന് എതിരെ ഒരു നാടിന്റെ ചെറുത്തുനിൽപ്പിന്റെ കഥയും ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകളുടെ അടയാളപ്പെടുത്തലുമാണ് ഓരോ ഏപ്രിൽ 12ഉം. ഞാനിപ്പോൾ ഉള്ളത് കോറോം രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിലാണ്, രക്തസാക്ഷി സ്തൂപത്തിനു മുന്നിൽ. ഇവിടെ നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് ശക്തികൾക്കെതിരെയും ജന്മിവർഗത്തിനുമെതിരെയുമുള്ള ഒരു നാടിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ഇരമ്പൽ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കോറോം പോലുള്ള ഗ്രാമങ്ങളുടെ അധികാരം കൈമാറിയത് ജന്മി മാടമ്പിമാരുടെ കൈകളിലേക്കാണ്. ജന്മികൾ സാധാരണ ജനങ്ങളെയും കർഷകരെയും അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു. ഇതിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം അന്നമാണെന്ന് തിരിച്ചറിഞ്ഞ കോറത്തെ ധീരസഖാക്കളായ ബി പൊക്കൻ, മൊടതര ഗോവിന്ദൻ നമ്പ്യാർ, പാപ്പിനിശ്ശേരി കേളുനായർ, മാരങ്കാവിൽ കുഞ്ഞമ്പു, കാനപ്രവൻ അബ്ദുൽ ഖാദർ, കാനപ്പള്ളി അമ്പു, നടുവളപ്പിൽ കോരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാക്കാൻ ജന്മികൾക്കെതിരെ പോരാടി. 1948 ഈ മഹത്തായ പോരാട്ടം വിജയം കണ്ടത് ഇവരുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്. തുടർന്ന് ജന്മിത്ത ഭരണം അവസാനിച്ചു. കോറോം എന്ന കോറമംഗല ഗ്രാമം സ്വതന്ത്രമായി. ഓരോ ഏപ്രിൽ 12ഉം ധീര രക്തസാക്ഷികളുടെ സ്മരണയും ഈ നാടിന് ജീവിക്കാനുള്ള പ്രചോദനവും പ്രതീക്ഷയുമാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് കോറോ. പദ്ധതി ചെലവിലും നികുതി പിരിവിലും 100% നേട്ടം കൈവരിച്ച് ചെറുകുന്ന ഗ്രാമപഞ്ചായത്ത്. 2021-22 വർഷത്തെ പദ്ധതിയേതര പ്രവർത്തനങ്ങളിലെ മികച്ച നേട്ടം കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. വികസന ഫണ്ട്, പൊതുവിഭാഗം, പട്ടികജാതി വിഭാഗം, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, ബേസിക് ഗ്രാന്റ് എന്നിവയിൽ ലഭ്യമായ ഫണ്ട് പൂർണ്ണമായും വിനിയോഗിച്ചാണ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് നേട്ടം കൈവരിച്ചത്. നമ്മുടെ ജില്ലയിൽ തന്നെ മികച്ച പഞ്ചായത്തിൽ ഒന്നായി മാറാൻ ചെറുകുന്നിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പിന്നോക്ക മേഖല പട്ടികജാതി മേഖലയിൽ കിട്ടിയ 100% ഫണ്ടും ചിലവഴിക്കാൻ സാധിച്ചിട്ട് ചെറുകുന്ന് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നോക്ക മേഖലയിൽപ്പെടുന്ന പട്ടികജാതി കുടുംബങ്ങൾക്ക് ആവശ്യമായ വീടുകൾ, അതായത് വീട് റിപ്പയർ, അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തിന് ലഭിക്കേണ്ട നികുതികളും ഫീസുകളും പിരിച്ചെടുത്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 1.42 കോടി രൂപ വിനിയോഗിച്ച് 34,836 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമൂഹിക സാമ്പത്തിക സർവേയിലൂടെ പഞ്ചായത്തിലെ അടിസ്ഥാന വിവരശേഖരണവും സാധ്യമാക്കിയിട്ടുണ്ട്. വരുമാനം ഉണ്ടാക്കുന്ന പ്രവൃത്തികളും 100% തന്നെ ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി 1,42 ലക്ഷം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ മുന്നൊരുക്കം എന്ന രീതിയിൽ സാമ്പത്തിക സർവേ നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ടി നിഷ പ്രസിഡന്റും PV സജീവൻ വൈസ് പ്രസിഡന്റുമായ ഭരണസമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ നല്ല മണ്ണ് പദ്ധതിയുടെ പരിശീലന ക്ലാസ് EK നായനാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്നു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരണ ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, കൃഷിവകുപ്പ് എന്നിവയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന നല്ല മണ്ണ് പദ്ധതിയുടെ പരിശീലന ക്ലാസ് EK നായനാർ സ്മാരക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ മേഖലകളും നമ്മുടെ ജനങ്ങളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകയായ രീതിയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മൾ വർഷങ്ങൾ മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വിലയിരുത്തുമ്പോൾ നമ്മൾ പറയും 70%-ലധികം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി. കൃഷി ഓഫീസർ ജയരാജൻ നായർ വിഷയാവതരണം നടത്തി. നല്ല മണ്ണ് പദ്ധതി സവിശേഷതകൾ, സംയോജന സാധ്യതകൾ, മൈക്രോ ക്ലസ്റ്ററുകളുടെ പ്രസക്തി, പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ റിസോഴ്സ് പേഴ്സൺമാരായ P. രവീന്ദ്രൻ, VV നാരായണൻ എന്നിവർ ക്ലാസ് എടുത്തു. വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ, C. ബാലകൃഷ്ണൻ, ബിന്ദു, P. ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കണ്ണൂർ ജില്ലാ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജൂനിയർ ലീഡേഴ്സ് ഏകദിന ക്യാമ്പ് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ജില്ലയിലെ ജൂനിയർ ലീഡേഴ്സിനായി ഏകദിന ക്യാമ്പ് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പരിയാരം പോലീസ് ഇൻസ്പെക്ടർ KV ബാബു പതാക ഉയർത്തി. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ്, ഒരു ഓറിയന്റേഷൻ ക്ലാസ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടക്കത്തിൽ കേരളത്തിൽ കേരള പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ കൂട്ടുകൂടി കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ 2010 നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ്, ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. ചടങ്ങിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബേബി മനോഹരൻ, PTA പ്രസിഡന്റ് മനോജ് കൈപ്രത്ത്, PV രാജേഷ്, CV തമ്പാൻ, SPC CPOമാരായ ലതീഷ് പുതിയടത്ത്, സിൽജ M തുടങ്ങിയവർ സംസാരിച്ചു. N. നിർമ്മൽകുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു. ജില്ലയിലെ 81 SPC യൂണിറ്റുകളുള്ള സ്കൂളുകളിലെയും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടി 2 വീതം കേഡറ്റുകളെയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാറുന്ന മാത്തിൽ ടൗണിന്റെ മാറാത്ത മുഖമായി ആലപ്പടമ്പ് അവറോന്നൻ വീട്ടിൽ രാമചന്ദ്രൻ. 4 പതിറ്റാണ്ടോളമായി ഇദ്ദേഹം ഇവിടെ തുന്നൽ പണിയെടുക്കുന്നു. ഇതിനിടെ തുന്നൽ മേഖല മാത്രമല്ല, മാത്തിൽ ടൗണും ഏറെ മാറി. മാറിയ കാലത്തോട് ചേർന്നു പോകാൻ രാമചന്ദ്രൻ നടത്തുന്ന ശ്രമങ്ങൾ ചെറുതല്ല. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി രാമചന്ദ്രൻ തുന്നൽ പണിയുമായി മാത്തിൽ ടൗണിലുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് ജോലിയും നവീകരിച്ചാൽ മാത്രമേ തൊഴിൽ മേഖലയിൽ നിലനിൽക്കാൻ കഴിയൂവെന്ന് ഇദ്ദേഹത്തിനറിയാം. അതിനായുള്ള പരിശ്രമത്തിലാണ് രാമചന്ദ്രനെ പോലെയുള്ളവർ. തുന്നൽപ്പണി ആരംഭിച്ച കാലത്തെ വേഷവിധാനങ്ങൾ ഇന്ന് ഏറെ മാറിയിരിക്കുന്നു. വള്ളി ട്രൗസറും കുപ്പായവുമായിരുന്നു കുട്ടികൾക്കെങ്കിൽ സ്ത്രീകൾക്ക് ബ്ലൗസായിരുന്നു നിർബന്ധം. ചുരിദാറും ജീൻസും പോലുള്ള പുതിയ കാലത്തെ വേഷങ്ങൾ അന്ന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. സ്വയം നവീകരണത്തിൻ്റെ ഭാഗമായി ഇവയൊക്കെ തുന്നാൻ പഠിച്ചേ മതിയാകൂ. ഇതിന് കഴിയാതെ പലരും ഈ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഒരു ജീവിതകാലം മുഴുവൻ ഇരുന്ന് തുന്നിയാൽ പോലും സ്വന്തം ജീവിതം തുന്നിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. സ്വന്തമായി സ്ഥാപനമുള്ളവർക്ക് പോലും ഇന്ന് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാണെന്ന് രാമചന്ദ്രൻ പറയുന്നു. കാലത്ത് നമ്മൾ സ്കൂൾ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്കെല്ലാം നമ്മൾ തുന്നി കൊടുക്കണം. സ്കൂളിൽ പോകുന്ന ബട്ടൺ ട്രൗസർ, വള്ളി ട്രൗസറടക്കം നമ്മൾ തുന്നി കൊടുക്കണം. അതിൻ്റെ നിക്കറായാലും എല്ലാവർക്കും പിന്നെ പെൺകുട്ടികളെ
പിന്നെ പാവാട, അതുപോലെ തന്നെ പറ്റിക്കൂട്ട് എല്ലാം നമ്മൾ തുന്നി കൊടുക്കേണ്ടതിന് പകരം ഇപ്പം എല്ലാം റെഡിമെയ്ഡിലേക്ക് വന്നു. അതാത് സമയത്ത് പോയി വാങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് വന്നതുകൊണ്ട് ഈ തൊഴിലാളികളെ തീരെ അവഗണിക്കുന്ന നിലയിലേക്ക് സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കൂലിക്ക് പണിയെടുക്കുന്നവർ ഈ മേഖലയിൽ ഏറെ അധ്വാന ചൂഷണത്തിന് വിധേയരാകുന്നുമുണ്ട്. പുതുതായി ആരും ഈ മേഖലയിലേക്ക് കടന്നു വരാത്തതും ഈ കാരണം കൊണ്ടാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്നവർക്കും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ കുത്തൊഴുക്കിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാണ്. എങ്കിലും ജീവിതം മുറിഞ്ഞു പോകാതിരിക്കാൻ മാത്തൽ ടൗണിലെ ഒറ്റമുറിയിൽ രാമചന്ദ്രൻ തുന്നൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂണിഫോം, ഗ്ലൗസ്, മാലിന്യശേഖരണ കവർ എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി യൂണിഫോം, ഗ്ലാസ്, മാലിന്യശേഖരണ കവർ എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ BV സജിത, B ബാലൻ, T വിശ്വനാഥൻ, TP സമീറ, കൗൺസിലർമാരായ K ബാലൻ, PV സുഭാഷ്, അത്തായി പത്മിനി, ഗൗരി M, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹരി പുതിയിലത്ത്, ലതീഷ്, ബിനില, ഹരിതസേനാ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അവസാനമായി മകൻ ഉറങ്ങുന്ന മണ്ണിനെ പൂന്തോട്ടമാക്കി മാറ്റി അച്ഛനും അമ്മയും. അകാലത്തിൽ പൊലിഞ്ഞ മകൻ ഹർഹിദിന്റെ സ്മരണയ്ക്കായാണ് ചന്തേരിയിലെ അനൂപും ദീപ്തിയും പൂന്തോട്ടം നിർമ്മിച്ചു നൽകിയത്. അച്ഛനും അമ്മയ്ക്കും സ്നേഹിച്ചു കൊതിതീരും മുൻപാണ് 10ാം വയസ്സിൽ അസുഖബാധിതനായി അർഹിത് മരണപ്പെട്ടത്. പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഉദിനൂരിലെ വാതക ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. ഇതേ ശ്മശാനത്തിലാണ് രക്ഷിതാക്കൾ ഇപ്പോൾ മകന്റെ പേരിൽ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇരിപ്പിട സൗകര്യങ്ങളോട് കൂടിയ പൂന്തോട്ടം അർഹിദിന്റെ 11ാം ജന്മദിനത്തിൽ കുടുംബം നാടിനായി സമർപ്പിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP മുഹമ്മദ് അസ്ലം സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അർഹിദിന്റെ സംസ്കാര ചടങ്ങ് നടന്ന പടന്ന ഗ്രാമപഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ മനോഹരമായൊരു പൂന്തോട്ടവും ഇവിടെ ആവശ്യമായിട്ടുള്ള സോളാർ ലൈറ്റും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അവർ തീരുമാനിച്ച് സന്നദ്ധത അറിയിച്ചത്. അപ്രകാരം പഞ്ചായത്ത് അനുവാദം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. MTP ഷാഹിദ, PV അനിൽകുമാർ, PP കുഞ്ഞികൃഷ്ണൻ, T വിജയലക്ഷ്മി, M രാഘവൻ, ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ വയനാട്ടിൽ നിന്ന് സൈക്കിൾ യാത്ര ചെയ്യുന്ന റിജീഷ്, നിജിൻ എന്നിവർക്ക് മാതമംഗലം കൂട്ടായ്മ സ്വീകരണവും സഹായവും നൽകി. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ₹1 ചലഞ്ചിലൂടെയാണ് ഇവർ പണം സമാഹരിക്കുന്നത്. 5 നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ വയനാട്ടിൽ നിന്നും സൈക്കിളിൽ യാത്ര തിരിച്ച് 121 ദിവസം പിന്നിട്ട റിജീഷ്, നിജിൻ എന്നിവർക്ക് മാതമംഗലം കൂട്ടായ്മ സ്വീകരണവും സഹായവും നൽകി. പഞ്ചായത്ത് മെമ്പർ K സരിത റിജീഷിനെയും നിജിലിനെയും ആദരിച്ചു. തേമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. സുനോജ് P, രാജീവൻ, AV അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ജോൺ ബ്രിട്ടാസ് MP ഉപഹാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിച്ചു. അദ്ദേഹം വളരെ സിമ്പിളാണ്. പക്ഷെ ആ പ്രൈമറി സിനിമയിൽ പറഞ്ഞ പോലെ ജാവയെക്കുറിച്ച് സിമ്പിളാണെങ്കിലും പവർഫുള്ളാണ്. അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടിപൊളിയായി. ഈ 5 വർഷത്തെ നേതൃപാഠം സ്വാഭാവികമായിട്ടും ഈ സ്കൂളിനെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ പയ്യന്നൂർ വെളിയിൽ ഈ സ്കൂളിൻ്റെ സ്ഥാനം, ഇതിൻ്റെ മികച്ച റിസൾട്ട്സ്, ഇതിൻ്റെ വികസന ദൗത്യങ്ങൾ, ഇതിനപ്പുറത്ത് ഞാൻ രാജകുമാരിൽ കാണുന്ന ചില സവിശേഷതകൾ.
ഇപ്പം എന്നോടൊരു കാര്യം പറഞ്ഞു, പഴയ പയ്യന്നൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും പറയരുത് എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞു പോകേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ ദീർഘനാളത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പ്രിൻസിപ്പൽ കെ രാജഗോപാലൻ, എസ് ഷീല, CA ശങ്കരൻ എന്നീ അധ്യാപകരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലിൻഡാമ്മ ജോൺ, T തമ്പാൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KP രമേശൻ, K സരിത, PV വിജയൻ, P മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. എസ്പാൻഷെ മെൻസ് ഷോറൂം പയ്യന്നൂർ കേളോത്ത് പാസ്പോർട്ട് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. TA മധുസൂദനൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുമായി എസ്പാൻഷെ മെൻസ് ഷോറൂം പയ്യന്നൂർ കേളോത്ത് പാസ്പോർട്ട് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വസ്ത്രശേഖരമാണ് എസ്പാൻഷെ മെൻസ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. TA മധുസൂദനൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ഷോറൂം ചെയർമാൻ മുഹമ്മദ് സാലിഹ്, ജലീൽ, സലീം തുടങ്ങിയവരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു. എസ്പാൻഷയുടെ 17ാമത് ഷോറൂമാണ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വിഷുചന്ത ആരംഭിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന കുടുംബശ്രീ CDS വിഷുചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിപണി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കലാകാലങ്ങളായിട്ട് മുമ്പേ നടത്തി വരുന്നുണ്ട്. ഇതിലെല്ലാം കുടുംബശ്രീ യൂണിറ്റുകൾ, അവരുടെ സംരംഭങ്ങൾ, നമ്മുടെ നാട്ടിലെ സംരംഭങ്ങൾ മാത്രമാണ്. പച്ചക്കറികളും വായനശാല ഉൾപ്പെടെയുള്ള കുടുംബശ്രീ സംരംഭങ്ങൾ ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ഈ കുടുംബശ്രീ ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വിപണന മേളയിൽ വിറ്റഴിക്കുന്നത്. ഒപ്പം മറ്റ് പായസം, അതുപോലെ മറ്റ് പലഹാരങ്ങൾ, വിവിധ തരം അച്ചാറുകൾ, വിഷരഹിതമായ പച്ചക്കറികൾ, പായസം, മൺപാത്രങ്ങൾ എന്നിവയെല്ലാം വിഷുചന്തയിൽ ലഭ്യമാണ്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MK ലത അധ്യക്ഷത വഹിച്ചു. MP മൃദുല, വൈസ് പ്രസിഡന്റ് KN ഗീത, P സുലോചന, PK വിശ്വനാഥൻ, K ലളിത, M ഷൈമ, KV ശോഭന, A പത്മിനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നവീകരിച്ച ശാഖ പഴയങ്ങാടി BV റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി BV റോഡിൽ പ്രവർത്തനം ആരംഭിച്ച മാടായി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നവീകരിച്ച ശാഖ ബാങ്ക് പ്രസിഡന്റ് PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ മഹാമാരിയുടെ കഴിഞ്ഞ 2 വർഷത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അതിജീവിച്ച് ആ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും ആധുനികമായ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും എത്തിച്ചുകൊടുക്കാൻ ഈ ബാങ്കിന്റെ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ബാങ്ക് സെക്രട്ടറി K അജിത് കുമാർ, ഭരണസമിതി അംഗങ്ങളായ AP അബ്ദുൽ കരീം ഹാജി, PP അബ്ദുൽ ഗഫൂർ, PV പത്മാവതി, TV ജ്യോതി, അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ നാസർ, കുഞ്ഞഹമ്മദ് ഹാജി, ദീനദയാൽ ബാബു, K കുമാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ,
പഴയങ്ങാടി. പുറച്ചേരി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുറച്ചേരി പൊതുജന വായനശാല ഗ്രന്ഥാലയം കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്രവിഭാഗം യൂണിറ്റിന്റെ സഹകരണത്തോടെ വായനശാലയിൽ നടത്തിയ നേത്രപരിശോധന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി നമുക്ക് ഇതുപോലെ വ്യാപകമായിട്ടുള്ള ക്യാമ്പുകളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം സംജാതമായി. ഇപ്പോൾ ഏതാണ്ടൊരു കാലം മാറി മാറി വരുന്നൊരു ഘട്ടമാണ്. മുഴുവൻ മാറി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും മാറി മാറി വരുന്നൊരു ഘട്ടത്തിൽ ആണിപ്പോൾ നമ്മൾ ജില്ലാ ആശുപത്രിയുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ നേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ക്ലാസും അതിൻ്റെ ക്യാമ്പും, ആ ക്യാമ്പിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ, തുറന്ന ഓപ്പറേഷനോ മറ്റുമായ തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ആ തുടർ ചികിത്സ കൂടി സൗജന്യമായി ലഭ്യമാക്കത്തക്ക രൂപത്തിലുള്ള ഒരു വിപുലമായിട്ടുള്ള ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സന്ധ്യാറാം നേത്രസംരക്ഷണ ക്ലാസ് എടുത്തു. എം ദാമോദരൻ, മനോജ് വർമ്മ, കെ ശശിധരൻ, ശ്രീലത, വ്യതിരമന വിഷ്ണു നമ്പൂതിരി, വി പി മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ഈ മാസം 20-ന് പയ്യന്നൂരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. മലയോരത്ത് നാശം വിതച്ച വേനൽ മഴയും ശക്തമായ കാറ്റും. ചെറുപുഴ പെരിങ്ങോംവയക്കര പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മരം പൊട്ടിവീണ് പുത്തൂർ ആയുർവേദ ആശുപത്രിയിലെ ഔഷധത്തോട്ടം ഭാഗികമായി നശിച്ചു. ഏഴിമല നേവൽ അക്കാദമിയിൽ കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാൻ നീക്കം. 50 വയസ്സു കഴിഞ്ഞ തൊഴിലാളികളെ ഒഴിവാക്കാൻ നേവൽ കമാൻഡറുടെ ഉത്തരവ്. പ്രക്ഷോഭ പരിപാടികളുമായി സദേൺ നേവൽ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ രംഗത്ത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ നല്ല മണ്ണ് പദ്ധതിയുടെ പരിശീലന ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.